മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, ഊതിക്കെടുത്തും തോറും ആളിക്കത്തുന്ന ദീപമാകുക. ചേർത്തു പിടിക്കാൻ ഒരു നല്ല സ്നേഹമുണ്ടെങ്കിൽ തീരാവുന്ന ഒരുപാട് സങ്കടങ്ങളുണ്ടാകും എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ. മനുഷ്യർക്ക് മാറ്റമുണ്ടാകുന്നത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, അവരുടെ മനസ്സ് തുറക്കപ്പെട്ടിരിക്കും, അല്ലെങ്കിൽ അവരുടെ ഹൃദയം തകർക്കപ്പെട്ടിരിക്കും. വളരെ ചെറിയ കാര്യങ്ങൾക്ക് കരയുന്നവർ മറ്റുള്ളവരെ നിഷ്കളങ്കമായി സ്നേഹിക്കുന്ന വ്യക്തികളാണ്. ഭക്തരെ, നിങ്ങൾ നശിച്ച് ജീവിച്ചു കാണുമ്പോഴല്ല, നന്നായി ജീവിച്ചു കാണുമ്പോഴാണ് നിങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടാകുന്നത്. ചെയ്തതിനും ചെയ്തുകൊണ്ടിരിക്കുന്നതിനുമൊക്കെ ഈ പ്രപഞ്ച സൃഷ്ടാവ് കൃത്യമായ കണക്കുകൾ സൂക്ഷിക്കുന്നുണ്ട്. ആ കണക്കുകൾക്ക് മുകളിൽ തിരുത്തലുകൾ വരുത്താനുള്ള കഴിവുകളൊന്നും ഒരു മനുഷ്യനും ഇന്നേ വരെ ഈ ഭൂമിയിൽ ഉണ്ടായിട്ടില്ല. ഭക്തരെ, സ്നേഹം പവിത്രമായ ജലം പോലെയാണ്. അത് അർഹിക്കുന്നവർക്ക് ആവശ്യമായ അളവിൽ മാത്രം നൽകുക. അല്ലാത്ത പക്ഷം അവയൊക്കെയും താഴേക്ക് നിറഞ്ഞൊഴുകി മൂല്യം നഷ്ടപ്പെട്ട് സ്വയം മലിനമാകുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കാൻ സമയമില്ലാത്തവരുടെ കയ്യിൽ നിങ്ങൾക്ക് തരാൻ സ്നേഹവും കാണില്ല. മറ്റുള്ളവരുടെ ഏത് പ്രശ്നങ്ങൾക്കും കൂടെ നിൽക്കാൻ നിങ്ങൾ ഓടിച്ചെല്ലും. എന്നിട്ടും നിങ്ങൾക്കൊരാവശ്യം വരുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും ആരും ഉണ്ടാകില്ല എന്ന യാഥാർത്ഥ്യം ഒരിക്കലെങ്കിലും ജീവിതത്തിൽ അനുഭവിച്ചവരാകും പല മനുഷ്യരും. തനിയെ പറക്കേണ്ടി വന്നാലും സമാധാനം ലഭിക്കാത്ത ചില്ലകളിൽ ചേക്കേറാതിരിക്കുക. ഭക്തരെ, ആരുമില്ലെങ്കിലും ഒന്നുമില്ലെങ്കിലും ജീവിക്കണം. തോറ്റുപോയാലും ഒറ്റപ്പെട്ടു പോയാലും ജീവിക്കണം. തകർന്നു പോയാലും മാറ്റി നിർത്തപ്പെട്ടാലും ജീവിക്കണം. കാരണം ജീവിതം ഒന്നേയുള്ളൂ. അത് നഷ്ടപ്പെട്ടാൽ മറ്റൊന്ന് കിട്ടിയെന്ന് വരില്ല. വിജയത്തിൻ്റെ തൊട്ടു മുൻപിലെത്തി എന്ന് തിരിച്ചറിയാതെ പരിശ്രമം അവസാനിപ്പിക്കുന്നതാണ് ഏറ്റവും വലിയ പരാജയം. ആവശ്യത്തിലധികം ആരുടെയും ജീവിതത്തിൽ അവകാശമോ അധികാരമോ കാണിക്കാതിരിക്കുക. സ്വയം വേദനിക്കാതിരിക്കാനും നാണം കെടാതിരിക്കാനും ഏറ്റവും നല്ലത് അത് തന്നെയാണ്. തുറന്നു പറയേണ്ട കാര്യങ്ങൾ തുറന്നു തന്നെ പറയുക. ഒന്നുകിൽ അതൊരു പുതിയ തുടക്കമായേക്കാം, അല്ലെങ്കിൽ അവസാനവും. ഭക്തരെ, ഉള്ളതിൽ അഹങ്കരിക്കാതിരിക്കുക. ഇല്ലാത്തതിൽ വിഷമിക്കാതിരിക്കുക. ഉള്ളത് ഇല്ലാതാകുവാനും ഇല്ലാത്തത് ഉണ്ടാകുവാനും അധികം സമയം വേണ്ടിവരില്ല. ഓരോ ഹൃദയത്തിലും ആവശ്യത്തിലധികം മുറിവുകളും വേദനകളുമുണ്ടാകും. പക്ഷേ ആരും ആരെയും ഒന്നും അറിയിക്കുന്നില്ലെന്ന് മാത്രം. മുതലെടുക്കുന്നവരുടെയല്ല, മുതൽ കൂട്ടാവുന്നവരുടെ ഹൃദയത്തിലാണ് നിങ്ങൾ കൂടുകൂട്ടേണ്ടത്. ഭക്തരെ, ജീവിതത്തിൽ തോറ്റുപോയവർ അധികവും ജയിക്കാൻ അറിയാത്തവരല്ല, മറ്റുള്ളവരെ ചതിക്കാൻ അറിയാത്തവരാണ്. പ്രകടിപ്പിക്കാനാവാത്ത സ്നേഹം പിശുക്കൻ്റെ ക്ലാവ് പിടിച്ച നാണയശേഖരം പോലെ ഉപയോഗശൂന്യമാണ്. എപ്പോഴും ജീവിതത്തിൽ നല്ലതു മാത്രം സംഭവിക്കണമെന്നില്ല. എന്നാൽ സംഭവിച്ചത് എന്തു തന്നെയായാലും അത് നല്ലതിനാണെന്ന് വിശ്വസിക്കുക. ഭക്തരെ, നേരം പോക്കിനു വേണ്ടിയോ സ്വന്തം ആഗ്രഹങ്ങൾ നേടാൻ വേണ്ടിയോ ആരും ആരെയും സ്നേഹിക്കാതിരിക്കുക. അവർ പറ്റിക്കപ്പെട്ടു എന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ഉതിർന്നു വീഴുന്ന കണ്ണുനീർ തുള്ളിയുടെ ശാപം ചിലപ്പോൾ ജീവിതാവസാനം വരെ പിന്തുടർന്നുകൊണ്ടിരിക്കും. സ്നേഹിച്ചാൽ വഞ്ചിക്കാതിരിക്കുക. ഭക്തരെ, ജനന സമയത്ത് നമ്മെ മറ്റുള്ളവർ വാങ്ങണം. മരിച്ചു കഴിഞ്ഞാലും മറ്റുള്ളവർ നമ്മെ വാങ്ങണം. പിന്നെ അതിനിടയ്ക്കുള്ള ചെറിയ ഇടവേളകളിൽ എപ്പോഴോ സ്വയം നടന്നു എന്നു കരുതി മനുഷ്യന് അഹങ്കരിക്കാൻ ഒന്നുമില്ലെന്ന് അറിയുക. ശരീരത്തിനുണ്ടായ മുറിവ് ചിലപ്പോൾ മാറിയേക്കാം, എന്നാൽ
മനസ്സിനുണ്ടായ മുറിവ് ഒരിക്കലും മാറില്ല. പരസ്പരം ക്ഷമിക്കാനും ചിലപ്പോഴൊക്കെ മൗനം പാലിക്കാനും കഴിയുന്ന മനുഷ്യർക്കിടയിലാണ് നല്ല ബന്ധങ്ങൾ നിലനിൽക്കുന്നത്. ഭക്തരെ, കൊതിച്ച ജീവിതത്തെ മനസ്സിൻ്റെ ഒരു കോണിൽ ഉറക്കി കിടത്തി വിധിച്ച ജീവിതവുമായി ജീവിക്കുന്നവരാണ് പലരും. ഒരാൾ ആരുമായി ചങ്ങാത്തം കൂടുന്നുവോ അതനുസരിച്ച് അയാളുടെ നിലനിൽപ്പിലും സ്വഭാവത്തിലും മൂല്യത്തിലും വ്യത്യാസമുണ്ടാകുന്നു. മനസ്സിന് എന്തിനേയും താങ്ങാൻ കരുത്തുണ്ടെങ്കിൽ ശരീരം താനെ ലക്ഷ്യത്തിലേക്ക് കുതിക്കും. എന്നാൽ മനസ്സിന് കരുത്തില്ലെങ്കിൽ ശരീരം എത്ര ബലവത്തായിട്ടും കാര്യമില്ല. സ്നേഹം ഭിക്ഷയായി ചോദിച്ചു വാങ്ങരുത്. ഏറ്റവും വില കുറഞ്ഞ നാണയത്തുട്ടുകളാണ് പലപ്പോഴും ഒരു യാചകന് ലഭിക്കുന്നത്. നിങ്ങൾ അർഹിക്കുന്നതിനേക്കാൾ കുറഞ്ഞ ഒന്നിനും ഒരിക്കലും പരിഹാരം കാണരുത്. അത് അഹങ്കാരമല്ല, ആത്മാഭിമാനമാണ്. ഭക്തരെ, ചെയ്യുന്നതെല്ലാം നല്ല മനസ്സോടെ ചെയ്യുക. പകരം ഒന്നും ആഗ്രഹിക്കാതിരിക്കുക. ജീവിതത്തിൽ നിരാശരാകേണ്ടി വരില്ല. എല്ലാ ഭക്തരും സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.